നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 8 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ, ഇതേ കോപ്പ അമേരിക്കയിൽ ഫൈനൽ മത്സരത്തിൽ ഇതേ ചിലിയോട് തോറ്റ് അർജന്റീന കയ്യെത്തും ദൂരത്ത് കിരീടം നഷ്ടമാക്കിയ രാത്രി ഓർമ്മയില്ലേ ആരാധകർക്ക്? ലിയോ മെസ്സി പെനാൽറ്റി മിസ് ചെയ്ത രാത്രി. ഷൂട്ടൗട്ടിലാണ് അർജന്റീന വീണത്. അതിൽ മെസ്സിക്ക് പെനാൽറ്റി പിഴച്ചിരുന്നു. കണ്ണ് കലങ്ങി ഉള്ളുലഞ്ഞു നിൽക്കുന്ന മെസ്സിയുടെ ചിത്രം ഇന്നും ആരാധകരുടെ ഇടനെഞ്ചിൽ ഒരു നോവായിട്ടുണ്ട്. കളി കഴിഞ്ഞതിന് ശേഷം മെസ്സി അങ്ങ് പ്രഖ്യാപിച്ചു, ഇല്ല, ഇനി അർജന്റീനക്കായിട്ട് കളിക്കാനില്ല, മതിയായി. അദ്ദേഹം വിരമിക്കൽ അങ്ങ് പ്രഖ്യാപിച്ചു. വലിയ രൂപത്തിലാണ് അത് ഫുട്ബോൾ ലോകത്ത് ചലനമുണ്ടാക്കിയത്. അന്നത്തെ പല പോസ്റ്റുകളും ഇന്നും പലരും കുത്തിപ്പൊക്കാറുണ്ടല്ലോ, നിങ്ങളത് കാണാറുണ്ടാവും. പക്ഷേ ആ തീരുമാനത്തിൽ നിന്ന് പിന്നെ മറ്റു പലരുടെയും സമ്മർദ്ദം കാരണം മെസ്സി പിൻവാങ്ങുകയും ഫുട്ബോൾ ലോകത്ത് അദ്ദേഹം ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്തു. എല്ലാം നേടുമ്പോഴും ദേശീയ ടീമിനോടൊപ്പം കിരീടമില്ലാത്തവൻ ഒരു ക്ലബ് പ്രോഡക്റ്റ് എന്നൊക്കെ വിമർശിച്ചിരുന്നവർക്ക് മറുപടിയുമായിട്ട് അദ്ദേഹം കരിയറിൻ്റെ അവസാന ഘട്ടത്തിൽ കോപ്പ അമേരിക്കയിലും വേൾഡ് കപ്പിലും ഒക്കെ മുത്തമിടുന്നത് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതേ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ഇതാ ഇന്ന് ചിലിയെ നേരിടുമ്പോൾ ആ കണക്കങ്ങ് വീട്ടിയിട്ടുണ്ട് ലയണൽ മെസ്സിയുടെ അർജന്റീന. നായകനായ ലിയോ മെസ്സി വിജയത്തിൽ ഏറെ സന്തോഷിക്കുന്നു. അദ്ദേഹത്തിന് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കളിക്കളത്തിൽ അദ്ദേഹം തുടർന്നു. ആ കണക്കങ്ങ് വീട്ടിയിട്ടുണ്ട്. ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയം അർജന്റീന ചിലിക്ക് മേൽ സ്വന്തമാക്കി. ശക്തമായി ഡിഫെൻഡ് ചെയ്ത് നിന്ന ചിലിക്ക് അവരുടെ ഗോൾ കീപ്പർ മെസ്സിയുടെ മുൻ സഹതാരം കൂടിയായ ക്ലോഡിയോ ബ്രാവുക്ക് അവസാന ഘട്ടത്തിൽ തൻ്റെ ടീം തോൽക്കുന്നത് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ലൗറ്ററോയുടെ ഗോളിൽ അർജന്റീന വിജയിച്ചു. അന്നത്തെ കണ്ണീരിന് ഇന്ന് എല്ലാം നേടിയവനായി വന്ന് അതേ വേദിയിൽ അർജന്റീന ടീമിനോടൊപ്പം വന്ന് പകവീട്ടാൻ ലിയോ മെസ്സിക്ക് കഴിഞ്ഞിരിക്കുന്നു. അത് കാലത്തിൻ്റെ കാവ്യനീതി. അല്ലെങ്കിലും ചിലിക്കുമേൽ അർജന്റീന എന്നും ആധിപത്യം പുലർത്തിയിട്ടല്ലേ ഉള്ളൂ. ഇങ്ങനെ 1-2 ഫൈനലുകൾ കോപ്പയിൽ തോറ്റിട്ടുണ്ട്, ഷൂട്ടൗട്ടിലൊക്കെ ആയിട്ട്. അതല്ലാതെ ചിലിക്കുമേൽ അർജന്റീനക്ക് എന്നും ആധിപത്യം തന്നെയായിരുന്നു. അതിൻ്റെ കണക്കുകൾ കൂടി, ഈ 2 ടീമുകളുടെ ഏറ്റുമുട്ടലിൻ്റെ കണക്കുകൾ കൂടി നമ്മൾ നോക്കുകയാണ്. 92 തവണയാണ് ഈ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ 60 തവണയും വിജയിച്ചത് അർജന്റീനയാണ്. 26 മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചു. 6 മത്സരങ്ങളാണ് ചിലി വിജയിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അർജന്റീന 189 ഗോളുകൾ ചിലിയുടെ വലയിലേക്ക് അടിച്ച് കയറ്റിയിട്ടുമുണ്ട്. കഴിഞ്ഞ 50 വർഷത്തിനിടക്ക് 90 മിനിറ്റിൽ അർജന്റീനയെ തോൽപ്പിക്കാൻ ചിലിക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നതുകൂടി നോക്കുക. ശരിയാണ്, തോൽപ്പിച്ചിട്ടുണ്ട്. അത് ആ പെനാൽറ്റി ഷൂട്ടൗട്ടിലുള്ള തോൽവിയാണ് എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ 90 മിനിറ്റ് കളി നടന്നപ്പോൾ അത്ര എളുപ്പത്തിൽ അർജന്റീനയെ വീഴ്ത്താൻ ചിലിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കണക്കുകൾ ഇതാണ്. 92 മത്സരങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുണ്ട് ഈ ടീമുകൾ തമ്മിൽ. അതിൽ 60 അർജന്റീന വിജയിച്ചു, 26 സമനില. ചിലി വിജയിച്ചത് വെറും 6 കളികൾ മാത്രം. അർജന്റീനയ്ക്ക് മുന്നിൽ ചിലി ഒന്നുമല്ല എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.